എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനിയുടെ ഒരു IPO വീഡിയോയുമായിട്ടാണ്. 2010 ഫെബ്രുവരി 3 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ കമ്പനി ഒരു ടെക്നോളജി ഡ്രൈവൺ അഫോർഡബിൾ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അതായത് ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ ഫിനാൻഷ്യൽ മേഖലയിൽ ധാരാളം ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്. അതായത് പണ്ട് ഒരു ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്ന് അതിൻ്റെ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അങ്ങനെ മാത്രമേ ലോൺ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ പോലും ലോണുകൾ സാങ്ഷൻ ചെയ്യുന്ന രീതി നിലവിലുണ്ട്. അപ്പോൾ ടെക്നോളജിക്ക് അത്രയധികം പ്രാധാന്യമാണ് ഇപ്പോൾ കൂടി വരുന്നത്. അങ്ങനെ ടെക്നോളജിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കമ്പനിയാണ് ഹോം ഫസ്റ്റ് ഫൈനാൻസ് കമ്പനി എന്നുള്ളത്. ഹൗസിംഗ് ഫൈനാൻസ് കമ്പനി എന്ന് പറയുന്നത് തന്നെ മനസ്സിലാക്കാം, ഇത് ഹൗസിംഗ് ലോണുകളാണ് നൽകുന്നത്. അതായത് വീട് പണിയാനോ വീട് വാങ്ങാനോ ആയിട്ടാണ് ലോണുകൾ നൽകുന്നത്. അതുപോലെ തന്നെ ഇതൊരു അഫോർഡബിൾ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അതായത് 25 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ലോണുകൾ നൽകാനായിട്ട് ഈ കമ്പനിക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 2020 സെപ്റ്റംബർ 30 ഡേറ്റ അനുസരിച്ച് ഈ കമ്പനിക്ക് 70 ബ്രാഞ്ചസും 675 എംപ്ലോയീസുമാണുള്ളത്. അതുപോലെ തന്നെ ആവറേജ് ഗ്രോസ് ലോൺ അസറ്റ് പെർ ബ്രാഞ്ച് എന്ന് പറയുന്നത് 540 മില്യൺ ആണ്. ആ വർഷത്തെ ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് 42 മില്യൺ ആണ്. ഒരു എംപ്ലോയി ആവറേജ് ഗ്രോസ് ലോൺ അസറ്റ് പെർ എംപ്ലോയി, അതായത് ഒരു എംപ്ലോയി നൽകിയിരിക്കുന്ന ഗ്രോസ് ലോൺ അസറ്റ് എന്ന് പറയുന്നത് 54 മില്യണും ഡിസ്ബേഴ്സ്മെൻറ്റ് പെർ എംപ്ലോയി എന്ന് പറയുന്നത് 4 മില്യണുമാണ്. ലോണിൻ്റെ ഒരു സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 70% ലോണുകളും വരുന്നത് 3 സ്റ്റേറ്റിൽ നിന്നാണ്: ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതുപോലെ തമിഴ്നാട്. ഒരു ഫൈനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് കൊടുത്ത ലോണുകൾ തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ 2020 ഇതിൻ്റെ കളക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 99.8%. എന്നാൽ ഏപ്രിൽ 2020 ഒക്കെ നോക്കുകയാണെങ്കിൽ 72.5% മാത്രമേ ഉള്ളൂ. മെയിൽ അത് കുറഞ്ഞിട്ടുണ്ട്, 64.4%. അത് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ നിൽക്കുന്ന സമയത്താണ്. എന്നാൽ യുണീക്ക് കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് കസ്റ്റമർ വൈസ് കളക്ഷൻ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2020 അത് 93.8% ഉള്ളത്. അതായത് NPA അതനുസരിച്ച് കുറവായിരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി കമ്പനിയുടെ ഒരു ലോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 25 ലക്ഷത്തിൽ താഴെയാണ് റീറ്റെയിൽ ലോണുകളുള്ളത്. അതിൽ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ലോൺ വരുന്നത് 35.2% കവർ ചെയ്യുന്നത് ഈ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലുള്ള ലോണുകളാണ്. അതുപോലെ 32.8% കവർ ചെയ്യുന്നത് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലുള്ള ലോണുകളാണ്. ഡെവലപ്പർ ഫിനാൻസ് വന്നിരിക്കുന്നത് 5 മില്യണും 100 മില്യണും ഇടയിലാണ്. അത് 707.72 മില്യണാണ് ടോട്ടൽ ഡെവലപ്പർ ഫൈനാൻസ് എന്ന് പറയുന്നത്. ഡെവലപ്പർ ഫൈനാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വീട് വെച്ച് നൽകുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ലോണുകളാണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഹൗസുകളോ ഫ്ലാറ്റുകളോ പണിയാനോ വാങ്ങാനോ ഉള്ള ലോങ് ടൈം ഫൈനാൻസ് നൽകുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ വീട് വാങ്ങാനോ പണിയാനോ ഉള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലോങ് ടൈം ഫൈനാൻസ് നൽകുക. അതുപോലെ തന്നെ നമുക്കറിയാം ഹൗസിംഗ് ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി കൂടെ ഉണ്ട്. അപ്പം അത്തരം ഇൻഷുറൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സെയിലും ഈ കമ്പനിയുടെ ഒരു ഒബ്ജക്ട്സ് ആണ്. ഇനി നമുക്ക് ഹൗസിംഗ് ഫൈനാൻസ് സെക്ടർ ഇൻഡസ്ട്രിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഈ ഹൗസിംഗ് ലോൺ എടുക്കണമെങ്കിൽ നമുക്കറിയാം ഹൗസ് ഹോൾഡ് സേവിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരാൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് സേവിങ്സിൻ്റെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 2016 1.5% ഗ്രോത്താണുള്ളതെങ്കിൽ 2017 അത് 6%, 2018 12% ഗ്രോത്ത് ആയിട്ടുണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ 2016 അത് 2.3%, 2017 21.6%, 2018 58% ഗ്രോത്തുമാണുള്ളത്. ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ലോൺ അതുപോലെ തന്നെ മറ്റ് ബാധ്യതകളാണ് ഉദ്ദേശിക്കുന്നത്. ഹൗസിംഗ് ലോൺ എടുക്കുന്ന ആളുടെ ഒരു ആവറേജ് ഏജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് 33 വയസ്സാണ്. എന്നാൽ അത് 30 വയസ്സിലേക്ക് കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വീട് പണിയാനായി ലോൺ എടുക്കുന്നത് സാധാരണ ഒരു 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ്. 2011 പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 33% ആളുകളാണ് 30 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളത്. 2021 അത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് 37% ആളുകളാണ്. 2031 ആകുമ്പോഴത്തേക്ക് 40% ആളുകളും 30 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ളവരാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ഹൗസിംഗ് സെക്ടർ ഫിനാൻസിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനാണ് ഇത്.
നമ്മൾ പറഞ്ഞു ഇതൊരു ടെക്നോളജി ഡ്രൈവൺ കമ്പനിയാണെന്ന്. 2014 കണക്ക് നോക്കുകയാണെങ്കിൽ 11% ആളുകളാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. എന്നാൽ 2015 ആയപ്പോൾ അത് 19%, അങ്ങനെ 2019 ആയപ്പോഴത്തേക്ക് അത് 42%, 2020 ആയപ്പോഴേക്കും 48% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 2012 13% 2020 ആയപ്പോഴത്തേക്കും 58% 2023 ആകുമ്പോഴത്തേക്കും അത് 75% ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ അർബൻ ഏരിയയിൽ വീടില്ലാത്തവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 10 സ്റ്റേറ്റുകളിലാണ് 76% വീടില്ലാത്തവർ വരുന്നത്. ഉത്തർപ്രദേശിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്, 3 മില്യൺ ആണത്. അതിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയുണ്ട്, 1.94 മില്യൺ. ഏറ്റവും കുറവ് വരുന്നത് ഉത്തരാഖണ്ഡാണ്, 0.16 മില്യൺ ആണത്. ഇനി മോർഗേജ് ടു GDP റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് GDPയുടെ എത്ര ശതമാനം ഈ ഇത്തരം ലോണുകൾ എടുത്തിട്ടുണ്ട്. 2005 അത് 5.3% മാത്രമായിരുന്നു. 2020 ആയപ്പോൾ 12.5% ആയിട്ടുണ്ട്. എന്നാൽ 2025 ആകുമ്പോഴത്തേക്കും 15.3% ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ടോട്ടൽ ഹൗസിംഗ് ലോൺ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ 2015-ലും 2016-ലും 15%, 20% ഗ്രോത്ത് ഉള്ളതായിട്ട് കാണാൻ കഴിയും. എന്നാൽ അതിനുശേഷം അത് കുറയുകയാണ് ചെയ്യുന്നത്. 2019 ആകുമ്പോഴത്തേക്കും 15%, 2020 11%, 2021 ആകുമ്പോഴത്തേക്കും അത് ഡിക്ലൈൻ ചെയ്ത് 5 തൊട്ട് 6% വരെ ആകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തന്നെയും 2020-നും 2023-നും ഇടയിൽ 8 to 9% CAGR ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അഫോർഡബിൾ ഹൗസിംഗ് ലോൺ നോക്കുകയാണെങ്കിൽ ഇതിൽ 2020-നും 2023-നും ഇടയിൽ 9 to 10% ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു മോർഗേജ് ടു GDP റേഷ്യോ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 12.4% മാത്രമാണ്. എന്നാൽ USA-യിൽ അത് 62.6%, UK-യിൽ 67%. അതായത് ഇന്ത്യയിൽ ലോൺ എടുക്കുന്നവരുടെ അളവ് വളരെ കുറവാണ്. ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയുടെ ബ്രാഞ്ചസ് 2015-നും 2019-നും ഇടയിൽ 24% CAGR-ലാണ് ഗ്രോ ചെയ്യുന്നത്. ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയെ കൂടാതെ പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും എല്ലാം തന്നെ ഹൗസിംഗ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 2015 നോക്കിയാൽ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 35%. 2019 ആയപ്പോഴത്തേക്കും 39% ആയിട്ടുണ്ട്. അത് ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലാണ്. എന്നാൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ 2015 38% നിന്നും 2019 ആയപ്പോൾ 41% ഗ്രോ ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾക്കും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഇനി നോർമൽ ഹൗസിങ്ങും അഫോർഡബിൾ ഹൗസിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഫോർഡബിൾ ഹൗസിംഗ് ആണ് മേജർ ഷെയർ കവർ ചെയ്യുന്നത്. എന്നാൽ ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ലോണുകളെ അപേക്ഷിച്ച് ഹൗസിംഗ് ലോണുകളുടെ കളക്ഷൻ എഫിഷ്യൻസി കൂടുതലാണ്. ഇൻഡസ്ട്രി ആവറേജ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2020 85 to 90% ആണ് കളക്ഷൻ എഫിഷ്യൻസി എങ്കിൽ ഒക്ടോബറിൽ അത് 90 to 95% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇനി NPAയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ലോൺ ഡിഫോൾട്ട് ആക്കുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഹൗസിംഗ് ലോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ഹൗസിംഗ് ലോണുകളുടെ NPA കൂടുതലായിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ഇയറിൽ 2.6% ആണ് NPA. എന്നാൽ 2021 ആകുമ്പോഴത്തേക്കും അഫോർഡബിൾ ഹൗസിംഗ് ലോണിൻ്റെ NPA എന്ന് പറയുന്നത് 3.6% ആകും. എന്നാൽ ഓവറോൾ ഹൗസിംഗ് ലോണിൻ്റെ NPA എന്ന് പറയുന്നത് 2.6% മാത്രമാണ്. കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് ടെക്നോളജി ഡ്രൈവൺ ആണ് എന്നുള്ളത് തന്നെയാണ്. കമ്പനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോണുകൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കളക്ഷനിലും ഇതുപോലെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. 93% കളക്ഷനും ഫിനാൻഷ്യൽ ഇയർ 2020 അത് നോൺ ക്യാഷ് ബേസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷനിലേക്ക് പോകാം. ഗ്രോസ് ലോൺ അസറ്റ് ലോൺ കൊടുത്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 2018 13,559 മില്യൺ ആയിരുന്നത് 2019 24,000 മില്യൺ ആയിട്ടുണ്ട്. 2020 അത് 36,000 മില്യൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 2018 1320 മില്യണിൽ നിന്ന് 2019 2598 മില്യണും 2020 അത് 3,986 2018 159 മില്യൺ ആയിരുന്നത് 2020 ആയപ്പോഴത്തേക്കും 792 മില്യൺ ആയിട്ടുണ്ട്. ഏണിങ്സ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ 2018 3.1 ആയിരുന്നു, 2020 ആയപ്പോൾ അത് 10.77 ആയിട്ടുണ്ട്. ഇവിടെ ഇക്വിറ്റി ഷെയർ, ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ 2018 10 രൂപയായിരുന്നത് 2020 ആയപ്പോൾ 2 രൂപയാണ്.
ഇനി നമുക്ക് IPO ഡീറ്റെയിൽസിലോട്ട് വരാം. ഇഷ്യൂ സൈസ് നോക്കുകയാണെങ്കിൽ 11,537 മില്യൺ ആണ് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 8,887 മില്യൺ എന്ന് പറയുന്നത് ഓഫർ ഫോർ സെയിലാണ്. ഈ IPOയുടെ പർപ്പസ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടൊരു പർപ്പസ് ഒന്നും പറയുന്നില്ല. കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇഷ്യൂ ഓപ്പൺ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 21 മുതൽ 25 വരെയാണ്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 517 മുതൽ 518 രൂപ വരെയാണ്. മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 28ഉം മാക്സിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 364ഉമാണ്. IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് 3 ഫെബ്രുവരി 2021 ആണ്. ഇനി നമുക്ക് PE റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡൈല്യൂട്ടഡ് EPS വരുന്നത് 10.53 ആണ്. അപ്പർ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 518 ആണ്. ഇവിടെ PE റേഷ്യോ വരുന്നത് 49.19 ആണ്. PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 61.41 ടൈംസ് ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവായിട്ട് തോന്നാമെങ്കിലും റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. ഇത് ഓറഞ്ച് ക്ലോവുമായിട്ട് നടന്നൊരു ട്രാൻസാക്ഷൻ ആണ്. 22,40,639 ഇക്വിറ്റി ഷെയർസ് ആണ് ഓറഞ്ച് ക്ലോവിന് സെല്ല് ചെയ്തത്. 15 ഒക്ടോബർ 2020 നടന്ന ട്രാൻസാക്ഷൻ ആണ്. അതായത് 2-3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 334.72 മാത്രമാണ്. എന്നാൽ ഇപ്പോൾ കമ്പനി വന്നിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 517-നും 518-നും ഇടയിലാണ്. മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒരു ബൂം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം കമ്പനി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയ ഒരു പ്രൈസ് ഓഫർ ചെയ്യുന്നത്. ഫൈനാൻസ് സെക്ടറിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് NPA ആണ്. കൊടുക്കുന്ന ലോണുകൾ ഡിഫോൾട്ടായി തിരിച്ചു കിട്ടാതാകുന്നതിനെയാണ് NPA എന്ന് പറയുന്നത്. അതുപോലെ ഈ കമ്പനിയിൽ 75% ലോണുകൾ കൊടുത്തിരിക്കുന്ന സാലറീഡ് എംപ്ലോയീസിനും 25% വരുന്നത് സെൽഫ് എംപ്ലോയിഡിനുമാണ്. അപ്പോൾ ഈ സാലറീഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ തന്നെയും ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ വരുന്നവരാണ്. കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടവരും ഇൻകത്തിൽ കുറവ് വന്നവരും ഒക്കെയാണുള്ളത്. ഈ കമ്പനിയുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 3-നാണ്. അതായത് ഫെബ്രുവരി 1-നുള്ള ബജറ്റിന് ശേഷം പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സമയത്താണ്. കമ്പനിയുടെ ലിസ്റ്റിംഗ് പ്രൈസിനെ അഫക്റ്റ് ചെയ്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. കൂടുതൽ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി.